ഫ്ലിപ്പ്കാർട്ടിലെ പുതിയൊരു അപ്ഡേഷൻ നിങ്ങൾ അറിഞ്ഞോ? കാണുമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തേ. സൂപ്പർ പേ, അതായത് നമുക്ക് 3 വട്ടമായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് അവർ പറയുന്നൊരു എമൗണ്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓരോ മാസമായിട്ട് മന്ത്ലി നമ്മൾ കൊടുത്താൽ മതി അതിൻ്റെ പേയ്മെൻറ്റ്. നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ സൂപ്പർ പേ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരൊരു റുപ്പീസ് തരും. എനിക്കിവിടെ 1500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ച് 6000 7000 കിട്ടും. എനിക്കിവിടെ ലക്ക് കുറച്ച് കുറവായത് കാരണം 1500 രൂപയെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവർ ഓരോ പ്രോട്ടോക്കോൾസൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുത്താൽ മതി, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എമൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈ നൗ നോക്കി കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് വരുമ്പോൾ അഡ്രസ്സ് ഓപ്ഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് വരുമ്പോൾ പേ ഇൻ 3 എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ തന്നെ എൻ്റെ അത് കാണിക്കും. ഫസ്റ്റ് നിങ്ങൾ 47 രൂപ കൊടുത്ത് ഓർഡർ ചെയ്താൽ മതി. പിന്നെ അടുത്ത 5th ജൂലൈയിൽ നിങ്ങൾ 47 റുപ്പീസ് കൊടുത്താൽ മതി. പിന്നെ അടുത്ത ഓഗസ്റ്റ് 5th നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ് നമുക്ക് കറക്റ്റ് ഡേറ്റിന് തന്നെ നമുക്ക് എത്തും. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മൾ മന്ത്ലി ആയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി, നമുക്കുള്ള പോലെ.